പിതാവേ. ओ हमारे स्वर्गीय पिता परमेश्वर, यीशु मसीह में हमें प्यार करने वाला हमारा सर्वशक्तिमान परमेश्वर, ഈ അനുഗ്രഹീതമായ സന്ധ്യാസമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ये आशीष भरा हुआ शाम के समय के लिए हम आपको दिल से धन्यवाद करते हैं। ഒരിക്കൽ കൂടെ അടിയങ്ങളെ കർത്താവേ അവിടുത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. एक बार और हम आपको पूरी तरह आपके हाथों में समर्पण करते हैं। തൽക്കാലത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷമായി തിരുവചനം വായിപ്പാൻ പഠിപ്പാനും കഴിയുന്ന ദൈവമായ കർത്താവ് ഞങ്ങളെ വീണ്ടും കൂട്ടിവരുത്തിയതിനാൽ സ്തോത്രം. परमेश्वर, आज दिन के हमारे कामों के बाद आपके वचन से सीखने के लिए हम सबको इकट्ठा किए, इसलिए हम धन्यवाद। കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആഴമായ ചിന്തകൾ ഞങ്ങൾക്ക് നൽകി തന്നെ ഞങ്ങളെ മാനിച്ചതിനാൽ നന്ദി സ്തോത്രം ചെയ്യുന്നു. पिछले दिनों में आपके पवित्र आत्मा के बारे में गहराई से हमें सिखाया, इसलिए हम धन्यवाद करते हैं। ഭാവനങ്ങളെ കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. और हम आपके बारे में और सीखते जा रहे हैं। ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെയും ഞങ്ങളെയും കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കണം. मैं सुनने वालों को और हमें भी आशीष करिए। അതിനെ ഗ്രഹിച്ചെടുക്കാൻ ആവശ്യമായിരിക്കും ദൈവകൃപ ഞങ്ങളെ മേൽ പകരണം. वचन समझने का जो आशीष और सामर्थ्य हमारे पर डालिए। അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण। കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന നടന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. आपने हमारी प्रार्थनाओं को सुन लिया, इसलिए യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നണമേ സ്വർഗ്ഗീയ നല്ല പിതാവേ. यीशु मसीह के नाम से हमने प्रार्थना मांगा है, सुनो और कबूल करिए हमारे स्वर्गीय പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. यीशु मसीह के नाम से हम सबको स्वागत करते हैं और धन्यवाद देते हैं और एक गाना गा के हम आगे बढ़ेंगे। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധിക്കും ഞാൻ കർത്താവിനെ, സ്തുതിച്ചിടും ഞാൻ യേശുവിനെ. ഹല്ലേലൂയ. ആരാധിക്കും ഞാൻ കർത്താവിനെ, സ്തുതിച്ചിടും ഞാൻ യേശുവിനെ. ആരാധിക്കും ഞാൻ കർത്താവിനെ, സ്തുതിച്ചിടും ഞാൻ യേശുവിനെ. എന്റെ ജീവനുള്ള കാലമെല്ലാം ഞാൻ യേശുരാജനെ ആരാധിക്കും. എന്റെ ജീവനുള്ള കാലമെല്ലാം ഞാൻ യേശുരാജനെ ആരാധിക്കും. ആരാധന ആരാധന ദാവീദിൻ പുത്രന് ആരാധന. ആരാധന ആരാധന വീരനം ദൈവത്തിന് ആരാധന. ആരാധന ആരാധന രാജാധിരാജന് ആരാധന. ആരാധന ആരാധന നിത്യപിതാവിന് ആരാധന. ആരാധന ആരാധന ദാവീദിൻ പുത്രന് ആരാധന. ആരാധന ആരാധന വീരനം ദൈവത്തിന് ആരാധന. ആരാധന ആരാധന രാജാധിരാജന് ആരാധന. ആരാധന ആരാധന നിത്യപിതാവിന് ആരാധന. കാലഗ്രഹത്തിൽ പത്രോസകപ്പെട്ടപ്പോൾ ശ്രദ്ധയോടെ സഭ പ്രാർത്ഥിച്ചപ്പോൾ. കാലഗ്രഹത്തിൽ പത്രോസകപ്പെട്ടപ്പോൾ ശ്രദ്ധയോടെ സഭ പ്രാർത്ഥിച്ചപ്പോൾ. ചങ്ങല അഴിഞ്ഞു, വാതിൽകൾ തുറന്നു, തടവറയിൽ നിന്നും പുറത്തു വന്നു. ചങ്ങല അഴിഞ്ഞു, വാതിൽകൾ തുറന്നു, തടവറയിൽ നിന്നും പുറത്തു വന്നു. ആരാധന ആരാധന ദാവീദിൻ പുത്രന് ആരാധന. ആരാധന ആരാധന വീരനം ദൈവത്തിന് ആരാധന.
സമർപ്പിക്കുന്നു. स्वर्गीय पिता, एक बार और हमें पूरी तरह आपके हाथ में समर्पण करते हैं। രാത്രിയിൽ ദൈവത്തിന്റെ വചനം ആഴമായി പഠിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. आज रात की समय भी आपके वचन से गहराई से सीखने के लिए हमारी सहायता करें। ഞങ്ങളെ പരിശുദ്ധാത്മാവിനെയും അവിടുത്തെ കൃപാവരങ്ങളെയും കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ ദൈവാത്മാവ് ഞങ്ങൾക്ക് അനേക മർമ്മങ്ങളെ വെളിപ്പെടുത്തി തന്നു. परमेश्वर पवित्र आत्मा के बारे में और उनके वरदानों के बारे में पिछले दिनों में पवित्र आत्मा ने हमें सिखाया है। കർത്താവേ, അതിന്റെ തുടർച്ചയായുള്ള ഭാഗങ്ങളിൽ ഞങ്ങൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. परमेश्वर उनके आगे हम सीखना चाहते हैं। കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം. आप हमें सहायता करिए प्रभु। കർത്താവേ, ആവശ്യമായിരിക്കുന്ന ഗ്രാസ്പിംഗ് പവർ, മനസ്സിലാക്കാനുള്ള ബുദ്ധി, ജ്ഞാനമെല്ലാം നൽകി തരുമാറാകണം. परमेश्वर वो समझने का बुद्धि और ज्ञान हमें दीजिए। കർത്താവ് ഞങ്ങളോട് കൂടെ പ്രവർത്തിക്കണം. हमारे साथ आप काम करिए। കേൾക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണം. सुनने वालों को आशीष करें। समझने का बुद्धि दीजिए। വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വണ്ണം ഉറപ്പും ധൈര്യവും ഞങ്ങൾക്ക് നൽകി തരണം. परमेश्वर आपके वचन से हट के इधर या उधर चलने के लिए हमारी सहायता करिए प्रभु। അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കും. आपके हाथ में समर्पण करते हैं യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से ആമേൻ. आमीन। കർത്താവ് നമ്മളെല്ലാവരെയും ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. यीशु मसीह के नाम से आप सबको परमेश्वर आशीष करने पाए। നമ്മളെ കഴിഞ്ഞ നാളുകളിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും അവിടുത്തെ കൃപാവരങ്ങളെ കുറിച്ചും ഒക്കെ ആഴമായി പഠിച്ചുകൊണ്ടിരുന്നല്ലോ. पिछले दिनों में पवित्र आत्मा के बारे में, उनके वरदानों के बारे में सीख के आ रहे थे। ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുവാനിടയായി, അനേക കാര്യങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ടിടയായി. ദൈവം നമ്മളെ അനേക കാര്യങ്ങൾ പഠിപ്പിച്ചു. അഭിഷേകത്തെക്കുറിച്ചും അഭിഷേകത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അഭിഷേകം നമ്മളെ വഴി നടത്തുന്നതിനെക്കുറിച്ചും ഒക്കെ നമുക്ക് ചിന്തിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു. वरदानों के बारे में और अभिषेक के बारे में पर पिछले दिनों में हमने सीख के आया है और वो सामर्थ्य हमें आगे और सिखाने के लिए भी मदद किया है। നമ്മൾ നവകൃപാവരങ്ങൾ മാത്രം എടുത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അവസാനത്തെ നമ്മൾ ഭാഗം തിരിച്ച് പഠിച്ചതിൽ അവസാനത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ അത്ഭുതങ്ങളുടെ കൃപാവരങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന കൃപാവരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആ വരദാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. हम जो नौ वरदानों के बारे में सीख के आ रहे थे, उसमें आखिरी वरदान के बारे में हम सीख के आ रहे हैं। यीशु मसीह के नाम से चिन्ह और चमत्कार के बारे में सीख के आ रहे थे। അതിൽ നമ്മൾ ഇങ്ങനെ കാണുവാനിടയായി ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനും അല്ലെങ്കിൽ നവകൃപാവരങ്ങൾ പ്രായോഗിക തലത്തിൽ വരുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. ये सारे वरदान जो कार्य करने का सबसे पहला मतलब ये है कि यीशु मसीह आज भी जिंदा है। യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ബലഹീനതകളുടെയും രോഗങ്ങളുടെയും ഒക്കെയും പുറകിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കൾ യേശുവിൻ്റെ നാമം പറയുമ്പോൾ വിട്ടുപോകുന്നത്. यीशु मसीह आज भी जिंदा है, इसलिए है जो बीमार के पीछे और हर एक दुष्ट आत्मा कार्य करने वाले, हर एक के पीछे जो काम करने वाले दुष्ट आत्मा के कार्य के पीछे जो सामर्थ कार्य करते हैं, उसको खत्म करने का जो सामर्थ हमारे अंदर यीशु मसीह के नाम से ही आता है। ഫിലിപ്പിയർ 2-ാം ലേഖനത്തിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു 2:6 മുതൽ ഞാൻ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 verses 6 മുതൽ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. फिलिपियों की किताब उसका 2:6 से पढ़ रहा है। യേശുക്രിസ്തു ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം ഹല്ലേലൂയ തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം യേശുവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെല്ലാം മുടങ്ങും. യേശു കർത്താവ് എന്നും പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. आमीन। फिलिपियों की किताब उसका 2:6 से पढ़ रही हूँ। जिसने परमेश्वर के स्वरूप के होकर भी परमेश्वर के तुल्य होने को अपने वश में रखने की वस्तु न समझा, वरना अपने आप को ऐसा शून्य कर दिया और दास का स्वरूप धारण किया और मनुष्य की समानता में हो गया और मनुष्य के रूप में प्रकट होकर अपने आप को दीन किया और यहाँ तक आज्ञाकारी रहा कि मृत्यु, क्रूस की मृत्यु भी सह ली। इस कारण परमेश्वर ने उनको अति महान भी किया और उनको वो नाम दिया जो सब नामों से श्रेष्ठ है, कि जो स्वर्ग में और पृथ्वी पर और जो पृथ्वी के नीचे है वे सब यीशु मसीह के नाम पर घुटना टेकें और परमेश्वर पिता की महिमा के लिए हर एक जीव अंगीकार कर ले कि यीशु मसीह ही प्रभु है। ഒന്നുകൂടെ ഞാൻ 9-ഉം 10-ഉം വായിക്കാൻ നിങ്ങൾക്ക് വേണ്ടി. एक बार और 9 और 10 को पढ़ रहा हूं। അതുകൊണ്ട് ദൈവം യേശുവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലെല്ലാം മുടങ്ങും.
इस कारण परमेश्वर ने उसको अति महान भी किया और उनको वो नाम दिया जो सब नामों में श्रेष्ठ है, कि जो स्वर्ग में और पृथ्वी पर और जो पृथ्वी के नीचे है वे सब यीशु मसीह के नाम पर उठना। ഇതാണ് കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് അല്ലെങ്കിൽ തത്വം. सारे वरदान जो कार्य करने का नींव जो यही वचन है। യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. यीशु मसीह के नाम से ये सारे काम होता है। യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ ഉള്ളൂ സ്വർഗത്തിലും ഭൂമിയിലും അല്ലെങ്കിൽ പാതാളത്തിലും ഉള്ള സകല ശക്തികളും മുഴങ്കാൽ മടക്കുന്ന ഏക നാമം യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. तीनों लोगों के अंदर मतलब स्वर्ग में या भूमि में पृथ्वी में या अधो लोग में तीनों के अंदर अगर किसी के नाम से कोई डरता है या दुष्टात्मा डरता है तो वो एक ही नाम है यीशु मसीह का नाम। അതിന്റെ പ്രധാനപ്പെട്ട വിഷയം കർത്താവായ യേശുക്രിസ്തുവിന്റെ സമ്പൂർണ്ണ സമർപ്പണം അല്ലെങ്കിൽ പരിപൂർണ്ണ അനുസരണമാണ്. इसका कार्य इसलिए हुआ है कि मतलब यीशु मसीह का पूरा समर्पण से। അതുകൊണ്ടാണ് ഈ കൃപാവരങ്ങളെല്ലാം ജ്വലിപ്പിക്കുവാൻ ഗുണമായ പരിശുദ്ധാത്മാ നമുക്ക് കൃപ തരുന്നത്. इसलिए सारे वरदान जो कार्य करने के लिए पवित्र आत्मा कार्य करता है। വേറെ ആരുടെയും നാമത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ ദൈവത്താൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ചെയ്യാൻ സഹായിക്കുകയില്ല. कोई और नाम से हम इस कोई भी कार्य नहीं कर सकते पवित्र आत्मा के കാരണം യേശുക്രിസ്തുവിന്റെ നാമം പറയുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവ് അവിടെ ക്രിയ ചെയ്യുകയുള്ളൂ. क्योंकि यीशु मसीह के नाम से ही पवित्र आत्मा कार्य करते हैं। യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യസ്ഥനെ അയക്കും, ആ കാര്യസ്ഥൻ എനിക്കുള്ളതിൽ നിന്നും നിങ്ങൾക്ക് എടുത്തു തരുന്നതിനാൽ എന്നെ മഹത്വപ്പെടുത്തുന്നു. क्योंकि समाचार में हम पढ़ते हैं कि यीशु मसीह ने कहा है कि मैं एक सहायक को तुम्हारे पास भेजूंगा, वो मुझ में जो है वो तुम्हें सिखाएगा। അതുകൊണ്ട് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ പരിശുദ്ധാത്മാവ് ചെയ്യുകയുള്ളൂ. इसलिए यीशु मसीह के नाम को जो ऊंचा करता है वही जो है पवित्र आत्मा करेगा। അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ ചില ക്ലാസ്സുകളിൽ ഇങ്ങനെ പറയാനായിട്ടിടയായി, നമ്മളെ ഈ ശുശ്രൂഷകൾ ചെയ്യുന്നവർ കർത്താവിൻ്റെ നാമത്തിന് എവിടെ മഹത്വം ഉണ്ടാകുന്നോ അവിടെ മാത്രമേ പരിശുദ്ധാത്മ പ്രവർത്തിക്കത്തുള്ളൂ. എല്ലായിടത്തും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചിലർ നമ്മുടെ നാമത്തിനോ അല്ലെങ്കിൽ വേറെ വ്യക്തിപരമായ ഹിതങ്ങൾക്കോ പ്രാധാന്യമുള്ള ഇടങ്ങളിൽ പ്രാർത്ഥനകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിൻ്റെ കാരണമതാണ്. मैंने पहले भी आपको बताया था पिछले क्लासों में कि जहाँ पे यीशु मसीह का नाम ऊंचा होना चाहिए वहाँ पे ही ये पवित्र आत्मा कार्य करता है और चिन्ह और चमत्कार होता है। और हम अपने तरीके से या अपने नाम के लिए कहीं अगर इसको उपयोग करेंगे तो वहाँ कोई चिन्ह चमत्कार नहीं होता। അതുകൊണ്ടാണ് നമ്മൾ കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി മാത്രമേ അത് ഉപയോഗിക്കാവൂ എന്ന് പറയുന്നു. इसलिए मैं कहता हूँ कि जहाँ भी आप ये नौ वरदानों का उपयोग करते हैं वो परमेश्वर के नाम जहाँ पे ऊंचा होना वहीं करना है, कहीं और ना करिए। ഇനി നമ്മൾ താഴോട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ പോവുകയാണ്. ഈ അത്ഭുതങ്ങളുടെ വരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ പോകണം. കഴിഞ്ഞ ആഴ്ചകളിൽ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചെന്നാൽ ഇന്ന് രാത്രിക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിച്ചത് എന്താണെന്നും അതിനുശേഷം ശിഷ്യന്മാരും അതെങ്ങനെ ആ കൃപാവരങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതായും കാര്യങ്ങളും പഠിച്ച് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതായിരിക്കും. हम आगे सीखेंगे यीशु मसीह के समय में चिन्ह और चमत्कार कैसे हुआ और उनके चेलों ने कैसे उसका उपयोग किया करके हम आगे बढ़ेंगे. നമുക്ക് നോക്കാം. യേശുക്രിസ്തുവിനെ ആ പ്രധാന പോയിന്റ് ഇവർക്ക് ധൈര്യം ലഭിച്ചു എന്നുള്ളതാണ്. उसका पहला जो पॉइंट है वो है उनको हिम्मत मिल गया. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ ഉള്ളിൽ ധൈര്യം ഉണ്ടാകാനിടയായി. जब ये चिन्ह और चमत्कार होने लगा तो उनके अंदर एक हिम्मत आने लगा. കാരണം അത്ഭുത അടയാളങ്ങളിൽ കൂടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് തെളിയിക്കുവാനിടയായി. उस चिन्ह और चमत्कार के द्वारा यीशु मसीह आज भी जिंदा है करके उन्होंने प्रकट किया. അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത് കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. क्योंकि हम प्रेरितों की किताब में पढ़ता है कि परमेश्वर के हाथ उनके साथ था. കർത്താവിന്റെ വചനത്തെ ദൈവം ഉറപ്പിച്ചത് അത്ഭുതങ്ങളും അടയാളങ്ങളിൽ കൂടെയാണ്. परमेश्वर के वचन उन्होंने स्थिर ऐसे किया है कि वो उस चिन्ह और चमत्कार के द्वारा. ദൈവവചനം പ്രസംഗിക്കപ്പെടുന്ന സകല ഇടങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിന്റെ ബേസ് അതാണ്. इसका मतलब ये है कि उसके द्वारा चिन्ह और चमत्कार हो जाए. അങ്ങനെ നടക്കുന്നില്ല എന്ന് വരികിൽ അത് സ്വയം ഫേമസിനായിട്ട് അല്ലെങ്കിൽ മാനുഷികപരമായിരിക്കുന്ന നാമമഹത്വീകരണത്തിനായിട്ട് ചെയ്യുന്ന പ്രവർത്തികളായിരിക്കും. अगर उस वरदानों के द्वारा कोई चिन्ह चमत्कार नहीं हो रहा तो इसका मतलब हम ये समझ सकते हैं कि वो व्यक्ति अपने नाम के ऊंचा करने के लिए कुछ कर रहा है. ഒന്ന് അവർക്ക് ധൈര്യം ലഭിച്ചു. पहली बात है उनको हिम्मत मिल गया. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ प्रेरितों की किताब उसका 4 का 29 और 30 अगर पढ़े. ഇപ്പോഴേ കർത്താവേ
അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കാൻ അങ്ങയുടെ കൈ നീട്ടുന്നതിനാലും അങ്ങയുടെ പരിശുദ്ധനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ അങ്ങേക്ക് അങ്ങയുടെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് പറഞ്ഞവർ പ്രാർത്ഥിച്ചു. ധൈര്യത്തോടുകൂടെ ദൈവം ഇത് ചെയ്യുവാനുള്ള കൃപ ഞങ്ങളെ മേൽ പകരണമേ എന്നവർ പ്രാർത്ഥിച്ചു. प्रेरितों की किताब उसका 4 का 29 और 30 पढ़ रहे हो। अब हे प्रभु उनकी धमकियों को देख और अपने दासों को ये वरदान दे कि तेरा वचन बड़े ही आपसे सुनाए और चंगा करने के लिए तू अपना हाथ बढ़ा कि चिन्ह और चमत्कार अद्भुत काम तेरे पवित्र सेवक यीशु के नाम से किए जाए. അടുത്ത ഒരു വാക്യം കൂടെ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരും ആയ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ട് അവർ യേശുവിനോടുകൂടെ ആയിരുന്നവരെന്ന് പറഞ്ഞു. आमीन हालेलुया. उसका प्रेरितों की किताब 4 का 13 पढ़ रही हूँ. जब उन्होंने पतरस और यूहन्ना का हियाब देखा और वो जाना है कि ये अनपढ़ और साधारण मनुष्य हैं, तो अचंभा किया कि फिर उनको पहचान आई कि ये यीशु के साथ रहे हैं. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇത് സംഭവിച്ചെങ്ങനെയാണെന്ന് അറിയാവോ. ഇവര് പത്രോസ് യോഹന്നാനും പ്രാർത്ഥിക്കാൻ കടന്നു പോകുമ്പോഴത്തേനും ഒരു കൂടരായ മനുഷ്യനിരിക്കും. നമുക്ക് ആ ഭാഗമെല്ലാം അറിയാവുന്നതാണ്. ഞാൻ കൊണ്ട് സമയം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അവിടെ വെച്ച് പത്രോസും യോഹന്നാനും ആ ഉടനെ എഴുന്നേൽപ്പിക്കുന്നു. അവിടെ മുതലാണ് അത്ഭുതങ്ങളുടെ കലവറ തുറക്കപ്പെടുന്നത്. मैं समय की कमी से जल्दी बता रहा हूँ कि जहाँ पे देखा है कि एक अंधे व्यक्ति को ये दोनों जो चंगा करते हैं वहाँ से इनका चिन्ह और चमत्कार शुरू हो जाते हैं. ശിഷ്യന്മാരെ ധൈര്യം ഉണ്ടാകാനിടയായി. കാരണം യേശുക്രിസ്തു ശാരീരികരമായി അവരോട് കൂടെ ഇല്ലെങ്കിലും ആത്മീയപരമായി അവരോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാനിടയായി. और उन्होंने ये महसूस करने लगा है कि यीशु मसीह शारीरिक रीति से उनके साथ नहीं है, फिर भी आत्मिक रीति से उनके साथ है करके वो महसूस करने लगा. ആ ഉത്സാഹം അല്ലെങ്കിൽ ആ ധൈര്യം അവർക്ക് പകർന്നു കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. वो उत्साह और सामर्थ, वो हिम्मत उनके अंदर पवित्र आत्मा ने बढ़ाया. അതിന് കാരണം പെന്തക്കോസ്ത് നാളിൽ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടതാണ്. वो इसलिए कि पेंतकोस्त के दिन वो पवित्र आत्मा से भर गए. അതുകൊണ്ട് ദൈവത്തിന്റെ വേല ചെയ്യണമെന്ന് വരികിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ ഈ ദൈവവേല ചെയ്യുവാൻ കഴിയത്തില്ല. इसलिए परमेश्वर के जो काम करने के लिए आपको पवित्र आत्मा की अभिषेक की जरूरत है. ദൈവവേല ഒരു പ്രൊഫഷൻ അല്ല. परमेश्वर का काम ये सेवकाई जो है एक प्रोफेशन नहीं है. അതൊരു ഔദ്യോഗിക പദവിയല്ല, അല്ലെങ്കിൽ ലോകപരമായിരിക്കുന്ന ഒരു ജോലിയല്ല. हाँ, ये दुनियादारी की तरह से एक काम नहीं है. वो ഇതൊരു ഒരു സ്പെഷ്യൽ കോളിംഗ് ആണ്. ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്ക് മാത്രമേ, വിളിക്കപ്പെട്ടവർ മാത്രമല്ല, വിളിക്കപ്പെട്ടവരും ദൈവിക പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നടത്തപ്പെടുന്നവർക്ക് മാത്രമേ ഈ വേലയിൽ സക്സസ് ആകാൻ കഴിയുള്ളൂ. आमीन. ये एक खास बुलावट है. यीशु मसीह के द्वारा या पवित्र आत्मा के द्वारा अभिषेक पाया हुआ लोग या बुलाया हुआ लोग ही ये काम कर सकते हैं. അതുകൊണ്ടാണ് പലരും ദൈവവേലയ്ക്ക് എന്ന് പറഞ്ഞ് വന്നിട്ടും അവർക്ക് വിജയിക്കുവാൻ കഴിയാതെ പോയതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിഷേകമോ അല്ലെങ്കിൽ വിളിയോ തിരഞ്ഞെടുപ്പോ അവർ മനസ്സിലാക്കാതിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഇല്ലാതിരിക്കുന്നുണ്ട്. कुछ लोग इस सेवकाई में आने के बावजूद भी वो इसलिए जीत नहीं पाते हैं या सक्सेस नहीं होते हैं कि वो लोग पवित्र आत्मा के बुलावट में नहीं आया. ഇതിൽ ദീർഘദർശികൾ അല്ലെങ്കിൽ പ്രവാചകന്മാർ എന്ന് പറയുന്ന ദൈവവേല ചെയ്തവർക്ക് വലിയൊരു പങ്ക് ഇതിനകത്തുണ്ട്. इसका एक खास जगह उनको भी है जो भविष्यवक्ता लोग जो कहते हैं. കഴിഞ്ഞ നാളുകൾ നമുക്കറിയാമല്ലോ. കഴിഞ്ഞ നാളുകളൊക്കെയും ശക്തിയേറിയ ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്ന ഇടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആത്മാക്കൾ വിടുവിക്കപ്പെടുകയും മാത്രമല്ല അതുപോലെ തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി ആളുകൾ വേർതിരിക്കപ്പെടുകയും ഒക്കെ ചെയ്തത് ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു. हम देख सकते हैं कि जहाँ पे उपवास की प्रार्थना चलते हैं वहाँ से ज्यादातर लोग परमेश्वर के लिए खड़े हो जाते हैं सेवकाई के लिए. എന്നാൽ ചില ഇടങ്ങളിൽ ഈ പ്രവചന ദൂതുകളെ വഴിതെറ്റി പോയതുകൊണ്ട് വിളിയില്ലാത്തവരും വിളിക്കപ്പെട്ടവരാകെ കബളിക്കപ്പെട്ടിട്ടുണ്ട്. लेकिन जहाँ पे सही ढंग से उनको भविष्यवाणी नहीं मिला है, उनका बुलावट सही नहीं था, इसलिए बहुत लोग ऐसे व्यर्थ में बुलाया गया. ഹല്ലേലൂയ. ദൈവവേല ചെയ്യുന്നതിന് വിദ്യാഭ്യാസം ആവശ്യമുണ്ടെന്നോ വിദ്യാഭ്യാസം ഇല്ലെന്നോ ഉള്ളതല്ല വിഷയം. परमेश्वर के सेवकाई के लिए या काम करने के लिए कोई ऐसे पढ़े लिखे की जरूरत है नहीं. എബിലിറ്റി ഉണ്ട് എന്നുള്ളതല്ല ദൈവവേല ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവൈലബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. हमारे अंदर सामर्थ्य है या नहीं है इसका मतलब नहीं है हम उनके लिए तैयार है या खड़े होने के लिए हमारे सहाय मतलब हम पूरी तरह उसके लिए समर्पण है कि ദൈവത്തിന് വേണ്ടി സമർപ്പണമുണ്ടെങ്കിൽ, ദൈവവേല ചെയ്യാനുള്ള സമർപ്പണമുണ്ടെങ്കിൽ നമുക്ക് ഭാഷയോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ കഴിവുകളോ നമ്മുടെ പണമോ നമ്മുടെ ആരോഗ്യമോ ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല.
अगर हम पूरी तरह परमेश्वर के लिए समर्पण किया हुआ उनके सेवकाई के लिए, तो ये कोई पढ़ाई की या धन संपत्ति की कोई जरूरत नहीं होती है। നമ്മളിൽ ഉള്ളതിനെ കൊണ്ട് ദൈവത്തിന് വലിയ ചെയ്യുവാൻ കഴിയും. जो हमारे अंदर है, जो सामर्थ्य है, उससे परमेश्वर हमारे से काम करवाएगा। കഴിഞ്ഞ ദിവസം ഞാനൊരു അഭിഷക്തൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഒരു ഉപമയല്ല, ഒരു നടന്ന സംഭവം. पिछले दिनों में मैं एक परमेश्वर के दास के जो प्रचार सुन रहे थे, तो उन्होंने एक संभव बात बताया. ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. അദ്ദേഹം ഒരിക്കൽ അവർ ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗിൽ ഒരു വ്യക്തി കർത്താവിനെ സ്വീകരിച്ചു. അദ്ദേഹം ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. एक जगह पे, भारत के अंदर की बात है, एक जगह पे जो प्रचार चल रहे थे, प्रार्थना चल रहे थे, तो वहाँ पे एक व्यक्ति ने समर्पण किया, परमेश्वर की सेवकाई के लिए समर्पण किया. അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോൾ തന്നെ കർത്താവിന് വേല ചെയ്യണം. उन्होंने कहा कि मुझे अभी परमेश्वर की सेवकाई करना है. അവർ പറഞ്ഞു, ഇപ്പോഴൊക്കത്തില്ല, ഇപ്പോഴേ നീ വീട്ടിലൊക്കെ പോയി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് പിന്നെ വരിക എന്ന് പറഞ്ഞു. तो वहाँ के पासवान लोगों ने कहा है कि अभी नहीं हो सकता, तो अपने घर में जाके अपना काम करके. അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ തന്നെ വരണം, എനിക്ക് വന്നേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. उन्होंने कहा कि नहीं, मैं अभी से उसी में लग जाऊंगा. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി വേദപുസ്തകം പഠിപ്പിച്ചു. അദ്ദേഹത്തിനെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് കുടുംബമായിട്ട് അദ്ദേഹത്തെ ആക്കി. उसके बाद उनको वचन सिखाया गया और उसके बाद परिवार समेत एक जगह पे उनको लगा दिया परमेश्वर की सेवकाई के लिए. അദ്ദേഹം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, പ്രസംഗിച്ചു, ആരും വന്നില്ല. उन्होंने उपवास किया, प्रार्थना किया और प्रचार किया, लेकिन कोई नहीं आया. അദ്ദേഹം ഹെഡ് ഓഫീസിലേക്ക് വളരെ ദുഃഖത്തോടെ എഴുത്തെഴുതി, ഞാൻ ഇത്രയും ഉപവസിച്ചു പ്രാർത്ഥിച്ചിട്ടൊന്നും ആരും വരുന്നില്ല. उन्होंने अपने हेड ऑफिस में चिट्ठी लिख के कहा है कि मैं इतना सब कुछ किया, लेकिन कोई आ नहीं रहा. അദ്ദേഹം ചോദിച്ചു, ഒരു കാര്യം ചെയ്ത് നീ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ബാർബറാണ്. तो उन्होंने पूछा कि तुम कौन सा काम कर रहे थे? कह रहे कि मैं एक बार्बर हूँ. അദ്ദേഹം പറഞ്ഞു, ശരി, നീ എൻ്റെ ബാർബറിൻ്റെ പണി ചെയ്തുകൊണ്ട് നീ ഈ ദൈവവേല ചെയ്യും. तो उन्होंने कहा कि कोई बात नहीं, तुम वो जो काम कर रहा था नाई का काम, उसको करते हुए तुम अपनी सेवकाई करो. കർത്താവേ, കലപ്പയ്ക്ക് കൈവച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുന്നത് എങ്ങനെയാ? तो उन्होंने बोला है कि मैं जुआ को लगा लिया हूँ, अब मैं उसको छोड़ के कैसे जाऊँ? അന്നേരം ആ ദൈവദാസൻ പറഞ്ഞു, ഈ കലപ്പ, ആദ്യത്തെ കലപ്പ, ഈ ബാർബർ എന്നുള്ള കലപ്പ നിനക്ക് തന്നത് ദൈവമല്ലേ? तो उन्होंने कहा है कि जो तुम्हारे पहला जो जुआ जो नाई का काम जो तुम्हें दिया वो परमेश्वर ने दिया. പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജോലി ചെയ്തുകൊണ്ട് സുവിശേഷം പറയാൻ തുടങ്ങി. उसके वो काम करते हुए प्रार्थना के साथ तुम अपना सेवकाई അദ്ദേഹം करो. പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലും പോയി തൻ്റെ ഭാര്യ അവരും കൂടെ, ഭാര്യ കണ്ണാടി പിടിച്ചു കൊടുക്കും, അദ്ദേഹം ഷേവ് ചെയ്യും, മുടി വെട്ടും. വെട്ടുന്ന സമയത്ത് അദ്ദേഹം സുവിശേഷം പറയും. उन्होंने अपना फिर वो दोबारा वो काम शुरू कर दिया. उसके साथ साथ उनकी बीवी के साथ लगते हुए काम करने लग गया. वो उसके साथ साथ वो सेवकाई भी करने, प्रचार भी करने लगा. കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങി. परमेश्वर काम करने लगा. ജനങ്ങളെ ഹൃദയത്തിൽ കർത്താവ് ഇടപെടാൻ തുടങ്ങി. लोगों के अंदर परमेश्वर कार्य करने लगा. ഏകദേശം 14 സഭകളുടെ ശുശ്രൂഷകനായിട്ട് ഇന്ന് അദ്ദേഹമായിരിക്കുമെന്ന് ആ ദൈവദാസൻ പറയുന്നുണ്ട്. आजकल जो है 14 कलीसिया का एक सेवकाई करते हुए एक परमेश्वर के दास बन गया करके उन्होंने बताया. അതുകൊണ്ട് നമ്മുടെ എബിലിറ്റി അല്ല ദൈവത്തിന് ആവശ്യം, നമ്മുടെ അവൈലബിലിറ്റിയാണ് ദൈവത്തിന് ആവശ്യം. इसलिए परमेश्वर को हमारी सामर्थ्य की जरूरत नहीं है, हमारे समर्पण की जरूरत है. വിളിയുള്ളവർ അല്ലെങ്കിൽ അഭിഷേകമുള്ളവരിൽ അവൈലബിലിറ്റി ഉണ്ടായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. जो बुलावट जिसके अंदर है वो समर्पण भी उनके अंदर होगा करके मैं विश्वास करता हूं. ഹല്ലേലൂയ. ദൈവം അവരെ വഴി നടത്താനിടയാണ്. परमेश्वर उनको चलाएगा. കർത്താവ് പത്രോസിനെയും അപ്പോസ്തലന്മാരെയും വിളിച്ചു. ആ വിളിയില് അവരുടെ ഉള്ളിൽ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. हाँ, जब परमेश्वर ने पतरस और यूहन्ना को बुलाया तो उनके अंदर वो समर्पण था. അഭിഷേകം അവരിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അത് വെളിപ്പെടുവാനിടയായി. जब वो अभिषेक उनके ऊपर उतर आया तो वो प्रकट होने लगा. വായിച്ചവർ ധൈര്യത്തോടുകൂടെ പ്രാർത്ഥിക്കുവാനിടയായി. हमने पढ़ा है कि वो हिम्मत के साथ अपना सेवकाई शुरू किया. മാത്രമല്ല, അവരുടെ ധൈര്യം കണ്ടപ്പോൾ അവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കാനിടയായി. उनके हिम्मत को, हियाब को देख के दूसरे लोग समझने लगा कि ये लोग यीशु मसीह के साथ थे. അഭിഷേകത്തിന്റെ ഒരു നിർവചനം ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞാൽ, अगर अभिषेक के बारे में अगर एक ही लाइन में मैं अगर आपको बताऊं, യേശുവിനോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ് ശരിക്കുമുള്ള അഭിഷേകം എന്നുള്ളതിന്റെ അർത്ഥം. अभिषेक का मतलब ये है कि यीशु मसीह के साथ रहना. എപ്പോഴും യേശുവിനോട് കൂടെ ഇരിക്കും. हमेशा यीशु मसीह के साथ रहना. യേശു നമ്മോട് കൂടെ ഇരുന്നാൽ നമ്മളിൽ അഭിഷേകം ക്രിയവനിടയാവും. अगर यीशु मसीह हमारे साथ रहेंगे तो अभिषेक हमारे ऊपर बंटने लगेगा. രണ്ടാമത് അവരെ പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിച്ചു, അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. दूसरी बात है वो प्रार्थना को आगे बढ़ा दी. അവരുടെ ഉള്ളിൽ ധൈര്യം വന്നു, സുവിശേഷം പറയാനുള്ള ധൈര്യം. രണ്ടാമത് അവരുടെ ഉള്ളിൽ പ്രാർത്ഥിക്കുവാനുള്ള ധൈര്യം, പ്രാർത്ഥനയ്ക്കുള്ള ഉന്മേഷം ഉണ്ടാവാനിടയായി. सबसे पहले उनके अंदर ये हिम्मत आएगी सुसमाचार सुनाने की. दूसरी की बात है कि उनके अंदर उत्साह बढ़ गया. നമ്മൾ മുമ്പ് വായിച്ച അതേ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങൾ ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ. पहले जो पढ़ा था हम उसको दोबारा पढ़ेंगे. प्रेरितों की किताब उसका 4 का 29 और 30. അതിന്റെ 29 4 chapter 4 29 and 30.
ആമേൻ. ഹല്ലേലൂയ. ഇപ്പോഴോ കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കാൻ അവരുടെ കൈ നീട്ടുന്നതിനാലും അവരുടെ പരിശുദ്ധനായ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുവാൻ അങ്ങയുടെ ദാസന്മാർക്ക് കൃപ നൽകണമെന്ന് അവർ തുടർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. एक बार और हम उसको पढ़ेंगे कि अब हे प्रभु उनकी धमकियों को देख और अपने दासों को वरदान दे कि तेरा वचन बड़े ही आपसे सुनाए और चंगा करने के लिए तू अपना हाथ बढ़ा कि चिन्ह और चमत्कार अद्भुत काम आपके पवित्र सेवक यीशु के नाम से किए जाए. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ തുടർന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷം നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി കാണുമ്പോൾ जब वो लगातार प्रार्थना कर रहे थे तो वो आप अगर प्रेरितों की किताब अगर आगे पढ़ेंगे ശിഷ്യന്മാരെ മിക്കവാറും ഇടങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. वो उनके चेले लोग हैं, बहुत जगह प्रार्थना करते हुए हम देख सकते हैं. ഹല്ലേലൂയ. പൗലോസ് പ്രാർത്ഥിക്കുന്നു, പത്രോസ് പ്രാർത്ഥിക്കുന്നു, യോഹന്നാൻ പ്രാർത്ഥിക്കുന്നു, യാക്കോബ് പ്രാർത്ഥിക്കുന്നു. യാക്കോബ് ഒരു പ്രാർത്ഥന വീരനായിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. हम देख सकते हैं वहाँ पे कि पौल प्रार्थना कर रहे, पत्रोस प्रार्थना कर रहे, यूहन्ना प्रार्थना कर रहे और याकूब प्रार्थना कर रहे और याकूब एक प्रार्थना के वीर करके वहाँ पे लिखा हुआ. ശക്തിയേറിയ പ്രാർത്ഥനയുടെ അവസ്ഥയിലേക്ക് ദൈവാത്മാവ് അവരെ നയിക്കുവാനിടയായി. एक प्रार्थना के उस बहुत अभिषेक के अंदर परमेश्वर उनको लेके जाते हैं. ഹല്ലേലൂയ. हालेलुया. അടുത്ത് നമ്മൾ കാണുന്നത് ഈ ക്രിയകൾ ചെയ്യുമ്പോൾ, ഈ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ, അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ജനത്തിന്റെ ഉള്ളിൽ വലിയ പാപബോധം ഉണ്ടാകാനിടയായി. जब ये चिन्ह और चमत्कार को देखते हुए या इनको सेवकाई को देखते हुए लोगों के अंदर एक बहुत बड़ा पाप का एक सोच, एक चिंता जगने लगती है. ഈ അത്ഭുതങ്ങൾ അടയാളം ഒക്കെ നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ പറയുന്ന ഈ പരീശന്മാരുടെ ഒരു വലിയൊരു ഭീതി ഉണ്ടാകാനിടയായി. ये चिन्ह और चमत्कार को देखते हुए फरीसियों के अंदर बहुत डर लगने लगा. അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. इन सबको जो है न्यायियों के उस सिंहासन के सामने खड़ा कर दिया. അവർക്ക് എതിർ പറയാൻ കഴിയാത്ത രീതിയിൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരു അടയാളമായിട്ട് അവർക്ക് മുമ്പിൽ നിന്ന് യേശു ജീവിക്കുന്നു എന്നുള്ള അടയാളമായി ഈ ന്യായാധിപ സംഘത്തിൽ അല്ലെങ്കിൽ പരീശന്മാരുടെ ഇടയിൽ നിൽക്കുവാനിടയായി. फरीसियों के सामने ये चिन्ह और चमत्कार जो है यीशु मसीह आज भी कार्य करते हैं, आज भी जिंदा है करके दिखाने का एक निशाना बन के खड़ा हो गया. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. प्रेरितों की किताब उसका 5:28 में हम ऐसे पढ़ते हैं. ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്നും എന്ന് ഞങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചിരുന്നല്ലോ. हालेलुया. 28. നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു, ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു അവർ ഭയപ്പെടുവാനിടയായി. आमीन. हालेलुया. क्या हमने तुम्हें चिताकर आज्ञा ना दी थी कि तुम इस नाम से उपदेश ना करना? तो अभी देखो तुमने सारे यरूशलेम को अपने उपदेश से भर दिया है और उस व्यक्ति का लहू हम गर्दन पर लाना चाहते हो. കണ്ടോ, അത് അവര് പരീശന്മാര് ഉടനെ ചിന്തിക്കുവാനായിട്ടിടയായി. അവർ ഈ അത്ഭുതം അടയാളം നടന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് തർക്കിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് ജയിക്കുവാൻ കഴിയാത്ത ഈ സയൻസ് ആൻഡ് വണ്ടേഴ്സ് നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയമായിപ്പോയി. യേശുവിനെ കൊന്നത് ആ പാപം അവരുടെ മേൽ വരുമോ, അല്ലെങ്കിൽ കൊന്നതെക്കുറിച്ച് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുത്ത് ഉണ്ടാകാനിടയായി. जब फरीसियों ने देखा कि चिन्ह और चमत्कार होते हुए तो उनके अंदर एक सोच, एक डर लगने लग गया है कि ये सारे पाप जो है हमारे ऊपर आएगा क्या करके. ഒരിക്കൽ പത്രോസിന് ഇത് സംഭവിച്ചിരുന്നു. പത്രോസ് രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ടും കിട്ടിയില്ല. एक पत्रोस को भी हम देख सकते हैं, वो रात भर जो है जाल बिछाए लेकिन उनको कोई मच्छी नहीं मिली. യേശു പത്രോസിന്റെ പടക് വാങ്ങിച്ചു. ജനത്തോട് സംസാരിച്ചതിന് ശേഷം പത്രോസിനോട് പറഞ്ഞു വലയെറിയാൻ പറഞ്ഞു. यीशु मसीह जो है उसका नाव में खड़े होकर प्रचार करने के बाद पत्रोस से कहा है कि तुम जाल बिछाओ. വലയെറിഞ്ഞു കഴിഞ്ഞപ്പോൾ വല നിറച്ച് മീൻ ലഭിക്കാനിടയായി. പടക് മുങ്ങുമാർ അവർക്ക് മീൻ ലഭിച്ചു. जाल फेंक दिया तो उनको उनके नाव डूबने तक जो है मच्छी मिल गया. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനെ വിട്ട് പോകണമെന്ന്. പാപത്തെക്കുറിച്ചുള്ളൊരു ബോധം അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ വരുവാനിടയാണ്. ये चिन्ह देखते हुए, चमत्कार देखते हुए उसके अंदर भी एक चिंता, एक डर लगने लग गया है कि मैं एक पापी हूं करके. ഹല്ലേലൂയ. हालेलुया. അതാണ് ഒരു മൂന്നാമത്തെ അടയാളമായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. ये तीसरा एक चिन्ह करके हम देख सकते हैं. ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു വിഷയം എന്താണ് ഇതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, इसमें खास बात क्या है? അത് ഈ അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ജനത്തിന് മാനസാന്തരം ഉണ്ടാകുകയും ജനം പരിപൂർണമായി സമർപ്പിച്ചു കൊടുക്കുകയും ആയിരക്കണക്കിന് ജനങ്ങൾ സ്നാനത്തിലേക്ക് സമർപ്പിക്കപ്പെടുകയും ചെയ്യാനിടയായി. ये चिन्ह और चमत्कार को देखते हुए बहुत सारे लोग जो है मन फिरावट में आ गया और वो लोग बपतिस्मा के लिए समर्पण किया. ജനങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തുടങ്ങി. लोग जो है परमेश्वर के
सामने समर्पण करने സഭ लगा, വളരുവാൻ തുടങ്ങി, कलीसिया बढ़ने लगा। ആത്മാക്കൾ കടന്നു വരുവാൻ തുടങ്ങി, സ്നാനങ്ങൾ നടക്കുവാൻ തുടങ്ങി, മാനസാന്തരങ്ങൾ നടക്കുവാൻ തുടങ്ങി. वहाँ पे लोगों के अंदर मन फिरावट आने लगे, रूपांतर में आ गया, वो परमेश्वर की संगति में आने लगा। ആ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരാൻ തുടങ്ങി. चिन्ह और चमत्कार को देखते हुए बहुत सारे हजारों लोग परमेश्वर की संगति में आने लगा। അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, प्रेरितों की किताब उसका 4 जब पढ़ते हैं, എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു, പുരുഷന്മാരുടെ എണ്ണം 5000-ഓളമായി. അപ്പോസ്തലപ്രവൃത്തി 4:5-14 മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. परंतु वचन के सुनने वालों में से बहुत ने विश्वास किया और उनकी गिनती 5000 पुरुषों के लगभग हो गई। और विश्वास करने वाले बहुत तेरे पुरुष और स्त्रियां प्रभु की कलीसिया में और भी अधिक आकर मिलते रहे। ശക്തിയേറിയ ഒരു 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 ട്രാൻസ്ഫർമേഷൻ, ഒരു ഉണർവ് ദേശത്ത് വരുവാനിടയായി. बहुत एक गहराई का एक बेदारी उस देश के अंदर आने लगा। ഇന്ന് ഞാൻ പരിതാപകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ ഈ പാൻഡമിക്കിന് മുമ്പായൊക്കെയും അതിശക്തിയേറിയ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൻ്റെ അനുഭവങ്ങൾ പലയിടങ്ങളിലും അഭിഷക്തന്മാരുടെ കർത്താവ് ചെയ്തപ്പോഴും പരീക്ഷ കൂട്ടങ്ങൾ അതിനെ തടഞ്ഞു നിർത്തുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഗ്രഹിക്കുവാൻ കഴിയാതെ പരിജ്ഞാനമില്ലാതെ അതിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വലിയ ദുഃഖകരമായ കാര്യമാണ് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം. एक दुख भरी बात मैं बताता हूँ कि कलीसिया जो है, आजकल की कलीसिया जो है, ये जो महामारी वगैरह आने से पहले की बात बता रहा हूँ, परमेश्वर के दास लोग बहुत चिन्ह और चमत्कार के द्वारा परमेश्वर के काम कर रहे थे, लेकिन कुछ लोग उनके विरुद्ध बोलने वाले भी थे। എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ, ദൈവദാസ് അഭിഷക്തന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവീയ കൃപാവരങ്ങളും ജ്വലിക്കുന്നില്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സഭ യഥാർത്ഥമായി വളരുകയില്ല. मैं आपको बता रहा हूँ, मुझे सुनने वाले अभिषिक्त लोगों से बता रहा हूँ, अगर चिन्ह और चमत्कार के द्वारा काम नहीं हो रहे तो परमेश्वर की कलीसिया नहीं बढ़ेगा। ആട്ടും പാട്ടും ഡാൻസും ചാപ്പാടും ഒക്കെ കൊടുത്താൽ നമുക്ക് മനുഷ്യരെ കൂട്ടാം, അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണം കൂട്ടാമെങ്കിലും जो हम खाना वगैरह देंगे और डांस वगैरह कराएंगे, गाना लगाएंगे तो लोगों को हम इकट्ठे कर सकते हैं, മാനസാന്തരപ്പെട്ട ആത്മാക്കളെ ദൈവസഭയിൽ കൊണ്ടുവരാൻ കഴിയത്തില്ല. लेकिन मन फिरावट में आए हुए लोगों को लेके आना या आत्माओं को लेके आना मुश्किल है। മാനസാന്തരപ്പെട്ട ആത്മാക്കൾ ദൈവസഭയിൽ വരണമെങ്കിൽ ദൈവസഭയിൽ നവാകൃപാവരങ്ങളും ജ്വലിക്കണം. अगर जो सच्चे मन फिरावट में आया हुआ लोग कलीसिया में आना है तो वहाँ पे 9 वरदानों का कार्य होना है। ആ കൃപാവരത്തിന് വേണ്ടി അഭിഷക്തന്മാർക്ക് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്തത് കൊണ്ട് അവര് അത് പാട്ടും ആട്ടത്തിലും ഡാൻസിലും അല്ലെങ്കിൽ മനുഷ്യനെ അട്രാക്റ്റ് ചെയ്യുന്ന ഫുഡും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവർ മാറ്റിക്കളഞ്ഞു. हाँ, ये जो परमेश्वर के सेवक लोग जो है, सेवकाई करने वाले लोग जो है, परमेश्वर के संगति में बैठते हुए ये वरदानों को प्राप्त करना नहीं चाहा, इसलिए ये लोग दूसरी तरीके से लोगों को या आत्माओं को लेके आने के लिए बहुत अलग अलग तरीका ढूंढा। അതിനെ അങ്ങനെ ദൈവസഭയെ വഴിതെറ്റിച്ചതിൻ്റെ ഏറ്റവും വലിയ കുറ്റം അങ്ങനെയുള്ളതായിരിക്കുന്ന ശുശ്രൂഷകരുടെ മേൽ ഉണ്ടെന്ന് ഞാൻ വ്യക്തമായിട്ട് ഇന്ന് രാത്രികാലം പറയുക. और मैं आज रात साफ बता रहा हूँ, ऐसे कलीसियाओं को गलत रास्ते से ले चलने वाले गलती जो है इस पासवानों के ऊपर है। നിങ്ങൾ ഇരുന്ന് കൃപാവരം പ്രാപിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അടുത്തേക്ക് ആത്മാക്കളെ കൊണ്ടുവരും. अगर आप बैठ के परमेश्वर की संगति में बैठते हुए अगर अभिषेक को पाएंगे या वरदानों को पाएंगे तो परमेश्वर आपके पास लोगों को लेके आएगा। അപ്പോസ്തലപ്രവൃത്തി മുഴുവൻ വായിച്ചു നോക്കിയാൽ അപ്പോസ്തലനായ പത്രോസ് ആകട്ടെ, യോഹന്നാനാകട്ടെ, ഫിലിപ്പോസ് ആകട്ടെ, പൗലോസ് ആകട്ടെ, ബർണബാസ് ആകട്ടെ, അവരൊക്കെയും കടന്നു നിന്ന് ശുശ്രൂഷിച്ച സകല ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ ഇടങ്ങളിലും ഒരിടത്ത് പോലും അത്ഭുതവും അടയാളങ്ങളും അല്ലെങ്കിൽ കൃപാവരങ്ങൾ, രോഗശാന്തികൾ ഇത് നടക്കാതെ ഒരിടം പോലും ഇല്ല. हम प्रेरितों की किताब में अगर सही ढंग से पढ़ के देखें तो देख सकते हैं वहाँ पे जो उनके परमेश्वर के चेले लोग जहाँ जहाँ जाके काम किया है वहाँ पे चिन्ह और चमत्कार के बिना वहाँ कोई कार्य नहीं हुआ. മിനിമം നവകൃപാവരങ്ങളിൽ ഏതെങ്കിലും ഒരു കൃപാവരം അവിടെ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ये 9 वरदानों के अंदर से कोई एक वरदान जरूर वहाँ कार्य किया होगा. അതുകൊണ്ടാണ് ജനം യഥാർത്ഥമായി ദൈവത്തെ കണ്ടുമുട്ടുകയും അവരുടെ ഉള്ളിൽ പാപബോധം വരികയും മാനസാന്തരപ്പെട്ട ജനം സഭയിൽ വരികയും ചെയ്യും. इसलिए वहाँ पे लोग मन फिरावट में आया और कलीसिया में आने लगा. ഹല്ലേലൂയ. നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും, ഏകദേശം 5000 പേരോളം
ദൈവസഭയോട് ചേർന്ന് 3000 പേരോളം ദൈവസഭയോട് ചേർന്ന് നോക്കി നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കും. हम प्रेरितों की किताब में पढ़ते हैं कि 5000 लोग 3000 लोग जो कलीसिया के साथ जुड़ गया करे. ഹല്ലേലൂയ. അങ്ങനെ വരാൻ കാരണം എന്താണ്? ऐसे कैसे हुआ? ഇപ്പൊ ഇത്രയും പാട്ടും ആട്ടും ഫുഡും എല്ലാം കൊടുത്തിട്ടും ഒരു ഫാമിലി പോലും വരുന്നില്ല. ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും 3 മാസം 6 മാസം ഒരു വർഷത്തിൽ ഒരു സഭയിൽ കടന്നു വരുന്നത്. लेकिन आजकल के जो कलीसियाओं को हम देख लीजिए, इतना सारे दूसरे तरीके से काम कर रहा, खाना खिलाते हैं, डांस और गाना वगैरह लगाते हैं, तो भी लोग जो है एक परिवार भी नहीं आते, एक व्यक्ति मुश्किल से आते हैं. എന്നാൽ അന്ന് അഭിഷക്തന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ദൈവീയ കൃപാവരത്തോടുകൂടി ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടമായ ആൾക്കാർ പാപബോധമുള്ളവരായി മാറി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കുകയും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള പൂർണ്ണ ബോധം ജനത്തിന് കൊടുക്കുകയും അവരെ മാനസാന്തരപ്പെട്ട് ദൈവസഭയോട് ചേരുകയും ചെയ്യാനിടയായി. लेकिन पुराने कालों में हम देख सकते हैं कि जब परमेश्वर के लोग जब काम कर रहे थे तो उनके वचन सुन के लोग जो है पूरी तरह मन की रावट में आए, उनके अंदर एक डर लगने लग गया है कि एक न्याय अंतिम दिनों में एक न्याय होगा करके, और वो कहाँ जाएगा करके एक डर उनके अंदर आने लगा और वो कलीसिया में जुड़ने लगा. എപ്പോൾ ഈ കരിസ്മാറ്റിക് സഭകൾ ഈ കരിസ്മാറ്റിക് അഭിഷേകങ്ങളെ അല്ലെങ്കിൽ കൃപാവരങ്ങളെ ത്യജിച്ചു കളഞ്ഞോ, അപ്പോൾ മുതൽ സഭയുടെ ക്വാണ്ടിറ്റി നഷ്ടപ്പെടുവാനിടയായി. जब लोगों ने ये परमेश्वर की इस सच्चाई को छोड़ दिया है कि त्याग दिया, तब से परमेश्वर की कलीसिया के अंदर गिनती कम होने लगा. എഫേസ്യ ലേഖനം 5-ാം അധ്യായമാണെന്ന് തോന്നുന്നു. അതിലൊരു വാക്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാനത് നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യർ 5-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. एफेसियों की किताब उसका 5 का 27. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ യേശു സഭയെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായതൊന്നും ഇല്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. एफेसियों की किताब उसका 5 का 27 पढ़ रहे हो. यीशु ने एक ऐसी तेजस्वी कलीसिया बनाकर अपने पास खड़ी करे जिसमें ना कलंक, ना झूरी, ना कोई और ऐसी वस्तु हो, वरना पवित्र और निर्दोष हो. ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ സഭ എങ്ങനെയുള്ള സഭയായിരിക്കണം? കറ ചുളുക്കം മുതലായ ഇല്ലാത്ത ശുദ്ധവും നിഷ്കളങ്കവുമായ സഭയായിരിക്കണം. परमेश्वर का कलीसिया कैसे होना चाहिए कि ना कोई उसमें कलंक होना चाहिए, ना झूरी, ना कोई और हानि उसके अंदर नहीं होना चाहिए. അങ്ങനെയുള്ള സഭയാണ് ദൈവസഭ. ऐसा कलीसिया परमेश्वर का कलीसिया. ആത്മീയപരമായിരിക്കുന്ന കോണിൽ അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മണവാട്ടി. नहीं तो परमेश्वर की जो दुल्हन. ഹല്ലേലൂയ. അങ്ങനെയുള്ള സഭയെ സ്വീകരിക്കാനാണ് കർത്താവ് വരുന്നത്. ऐसे कलीसिया को लेने के लिए मसीह आ रहा. അല്ലാതെ ഇന്ന് കാണുന്ന ഈ എന്താ പറയുന്ന ഈ മേളിലുള്ള അല്ലെങ്കിൽ ഉപരി വിപ്ലവമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ ചേർക്കുവാനല്ല കർത്താവ് വരുന്നത്. नहीं तो ऊपरी तरीके से या बाहरी तरीके से कोई सजावट या दिखावट वाले कलीसिया को लेने के लिए नहीं आ रहे. എഫേഷ്യൻസ് ചാപ്റ്റർ 5:26-27 പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ എഫേഷ്യർ 5:26-27 പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ഒരു കൂട്ടം ജനത്തെ മധ്യാകാശത്തിൽ കൊണ്ടുപോകാനാണ് കർത്താവ് യേശു ക്രിസ്തു വരുന്നത്. जैसे एफेसियों की किताब उसका 5 का 26 और 27 में लिखा हुआ जैसा ही एक कलीसिया को लेने यीशु मसीह आएंगे. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ऐसा एक झुंड को परमेश्वर तैयार कर रहा है. അതിനിടയ്ക്കാണ് ഈ യുവവിപ്ലവമായിരിക്കുന്ന കാര്യങ്ങളുള്ള സഭ വളരുന്നത്. അതും വളരുന്നുണ്ട്. उसी के साथ साथ जो है ये जो बाहरी तरीके से सजावट और दिखावट दिखाने वाली അതിനെ വേദപുസ്തകം പറയുന്നത് കള എന്നാണ്. കള. ऐसे कलीसियाओं को परमेश्वर कह रहे हैं कि കളയാണ് ഈ ചെടികൾക്കിടയിൽ വളരുന്ന അല്ലെങ്കിൽ ധാന്യങ്ങൾക്കിടയിൽ വളരുന്ന പുല്ലുകൾ. जो घास, जो साधारण घास बोलते हैं उसको. അവകളൊന്നും എടുക്കപ്പെടത്തില്ല, കാരണം ധാന്യമണികൾ മാത്രമേ ചേർത്ത് വെക്കപ്പെടത്തുള്ളൂ.
वो सब नहीं लिया जाएगा। जो धान जो है सही धान जो है उसको इकट्ठा किया जाएगा। ബാക്കിയുള്ള കളകളൊന്നും അല്ലെങ്കിൽ പുല്ലുകളൊന്നും ചേർക്കപ്പെടത്തില്ല. അവയെല്ലാം കൂട്ടി തീയിലിട്ട് ചുട്ടുകളയും. बाकी जो भूसी जो होता है वो सब जला दिया जाएगा। അപ്പം കർത്താവിൻ്റെ വരവെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സഭ അതിലെത്ര പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. जब यीशु मसीह आएंगे तभी पता चलेगा कि यीशु मसीह का कलीसिया कौन सा और उसमें कितने लोग हैं। അല്ല, നല്ലൊരു ഉദാഹരണോടെ കർത്താവ് പറയുന്നുണ്ട്. ദൂതന്മാർ എന്ന് കർത്താവിനോട് ചോദിച്ചു, ശത്രു കൊണ്ടുവന്ന് കള വിതച്ചു, ഞങ്ങളതിനെ പറിച്ചു കളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ കൊയ്ത്തോളം അത് വളരട്ടെ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. यीशु मसीह ने उसके लिए एक दृष्टांत भी बताया था कि एक व्यक्ति आके पूछता है कि मैंने बीज बोया है, उसके बीच में भूसी भी उग गया, तो मैं उस भूसी को निकाल दूं करके पूछा, तो यीशु मसीह कह रहे नहीं, वो धान बढ़ने तक उसको भी बढ़ने दो। അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് വരെയും അതിനുശേഷവും ഉപരിവിപ്ലവമായിരിക്കുന്ന സഭകളും അല്ലെങ്കിൽ ഈ ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്ന സഭകളുമൊക്കെയും ഇവിടെ തഴച്ചു വളരും. അതൊന്നും നമുക്ക് മാറ്റാനൊക്കത്തില്ല. इसलिए हम ये भी देख सकते हैं कि कलीसिया के साथ साथ जो है गलत सिखाने वाले कलीसिया भी बढ़ रहा, कोई बात नहीं, हम उसको रोक नहीं सकते। എന്നാൽ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട കറ ചുളുക്കം മാലിന്യമില്ലാത്ത കർത്താവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനം ഈ ഭൂമിയിലുണ്ട്. അത് നമ്മൾ മറന്നുപോയി. लेकिन सच्चे ढंग से परमेश्वर को आत्मा और सच्चाई में आराधना करने वाले एक झुंड भी इस पृथ्वी के अंदर है। അങ്ങനെ വളരുന്ന സഭകളുമുണ്ട്. ऐसे बढ़ने वाले कलीसिया भी हैं। അതിന്റെ കൂട്ടത്തിൽ നാം ആയിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. उनके साथ रहने के लिए हम कोशिश करें। അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ കാര്യം. वो है हमारे जीवन का धन्य पल। യാക്കോബ് പറയുന്ന പോലെ നമ്മൾ കബളിപ്പിക്കപ്പെടരുത്. സാത്താന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കണം. जैसे याकूब कहता है कि तुम धोखा ना खाए, शैतान की चालों को हम समझ पाए। നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനുശേഷമായിട്ട് ഹല്ലേലൂയ, അതിനുശേഷമായിട്ട് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാനായിട്ട് ഇടയായി. जब ये चिन्ह और चमत्कार होने लगा तो ये परमेश्वर के नाम ऊंचा होने लगा। അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. प्रेरितों की किताब उसका 4:21 में हम देख सकते हैं। എന്നാൽ ഈ സംഭവിച്ച കാര്യം എല്ലാവരും കണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്ത വഴിയൊന്നും കാണായികൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്തവരെ വിട്ടയച്ചു. तब उन्होंने उनको और धमका कर छोड़ दिया, क्योंकि लोगों के कारण उन्हें दंड देने का कोई दाव नहीं मिला, इसलिए कि जो घटना हुई थी उसके कारण सब लोग परमेश्वर की बड़ाई करते थे। ശ്രദ്ധിക്കണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോൾ മാത്രമേ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകത്തുള്ളൂ. जब चिन्ह और चमत्कार होगा तभी परमेश्वर के नाम की महिमा होगा। ഹല്ലേലൂയ. हालेलुया। ജനം ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പരീശന്മാർക്ക് അല്ലെങ്കിൽ ഇവരെ കുറ്റം ചുമത്തുവാൻ കടന്നു വന്നവർക്ക് യാതൊരു ചാൻസും ഇല്ലാതെ പോയി ഇവരെ കുറ്റം ചുമത്തുകയോ ഇവരെ പിടിച്ചു വെക്കുകയോ ചെയ്യാം. जब परमेश्वर के नाम जहाँ पे ऊंचा हुआ था तो वहाँ पे उनको लोगों को धोखा देने का या उनको पकड़ के रखने का उनको कोई अवसर नहीं मिला। അതുകൊണ്ട് അവരെ ഒരു വിധത്തിൽ പറഞ്ഞ് ഭയപ്പെടുത്തിയൊക്കെ അവരെ പറഞ്ഞയച്ചു കളഞ്ഞു. इसलिए उनको कुछ समझा बुझा के उनको वहाँ से भेज दिया। അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോൾ മാത്രമേ ശരിക്കും സുവിശേഷം പ്രചരിപ്പിക്കപ്പെടുന്നു. ये चिन्ह और चमत्कार होगा तभी सुसमाचार फैलाया जाएगा। ഒരു ഉദാഹരണം നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 5, 15 and 16. प्रेरितों की किताब उसका 5:15 और 16। അവിടെ ചേർന്ന് വന്നു രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേലും വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടത്തു. അത് കൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെ അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയാൽ അവരെല്ലാവരെയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. वहाँ पे हम देख सकते हैं जहाँ तक कि लोग बीमारों को सड़कों पर ला लाकर घाटों और खटोलों पर लिटा लेते थे कि तब पतरस आए तो उसकी छाया ही उनमें से किसी पर पड़ जाए। और यरूशलेम के आसपास के नगरों में भी बहुत लोग बीमारों और अशुद्ध आत्माओं को सताए हुओं को ला लाकर इकट्ठे होते थे और सब अच्छे कर दिए जाते थे। ശ്രദ്ധിക്കണം, നമ്മള് കർത്താവ് ഈ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആത്മാക്കൾ തുറന്ന് കടന്നു വരുവാനിടയായി. जब ये चिन्ह और चमत्कार जब होने लगा तो लोग आत्मा जो है लगातार आने लगा। ഹല്ലേലൂയ. സഭ വളരുവാനായിട്ടിടയായി. कलीसिया बढ़ने लगा। ദൈവനാമം മഹത്വപ്പെടുവാനായിട്ടിടയായി. परमेश्वर के नाम की महिमा होने लगा। ഹല്ലേലൂയ. हालेलुया। യേശു ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഹല്ലേലൂയ മുമ്പ്
യേശുവിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. यीशु मसीह जब ये चिन्ह और चमत्कार करने से पहले उनके साथ कोई है करके हम नहीं देख सकते। ഹല്ലേലൂയ. आमीन। അപ്പോൾ അതിനു മുമ്പ് യേശു എന്താ ചെയ്തുകൊണ്ട്? तो उससे पहले यीशु मसीह क्या करते थे? യേശു ബൈബിൾ വായിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. यीशु मसीह ने बाइबल पढ़ा है और प्रचार भी किया है। യേശു സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കുമായിരുന്നു, പള്ളിയിൽ പോയി. यीशु मसीह लगातार अपने मंदिर में जाके वचन पढ़ते थे। ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ലൂക്ക് ചാപ്റ്റർ 4:90. लूका सुसमाचार उसका 4वां अध्याय और 19वां आयत। അവൻ യേശു വളർന്ന നസറത്തിൽ വന്നു, തിരികെ വന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റു. आमीन। यीशु मसीह जो है नसरत में आया, जहाँ पाला पोसा गया था, और अपनी रीति के अनुसार शब्द के दिन आराधनालय में जाकर पढ़ने के लिए खड़ा हो गया। അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. യേശു പതിവ് പോലെ. वहाँ पे हम देख सकते हैं कि अपने रीति के अनुसार। യേശു എന്ത് ചെയ്തിരുന്നു? നേരത്തെയും വേദപുസ്തകം വായിക്കുമായിരുന്നു. तो हम उसमें देख सकते हैं कि यीशु मसीह वचन पढ़ते थे। യഹൂദന്മാരുടെ പള്ളികളിൽ അങ്ങനെ ഒരു ഇതുണ്ട്, തിരുവചനം വായിക്കുവാൻ ഓരോരുത്തർക്കും ഓരോ ടേമുണ്ട്. यहूदियों के आराधनालय में होता है कि हर किसी को वचन पढ़ने का एक एक दिन आता है। അപ്പോൾ അന്നേരം ആ സമയത്ത് യേശു ക്രിസ്തുവും പള്ളിയിൽ പോയി പല പ്രാവശ്യം പോയിരുന്നപ്പോഴൊക്കെയും യേശുവിനും വേദപുസ്തകം വായിക്കാൻ കൊടുത്തിരുന്നു. तो यीशु मसीह भी जब कलीसिया जाते थे, आराधनालय में जाते थे, मंदिर में जाते थे, तो उनको भी मौका मिलता था वचन पढ़ने का। അത് വായിക്കുക മാത്രമല്ല, അത് എക്സ്പ്ലെയിനും ചെയ്യണം, അല്ലെങ്കിൽ പ്രസംഗിക്കണം. खाली पढ़ना ही नहीं, उनको समझाना भी है। അപ്പോൾ യേശു ഇത് ചെയ്യുന്നുണ്ട്. यीशु मसीह वो നമ്മൾ करते थे। ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ച 16 മുതൽ താഴെയുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പുസ്തകം അവന് കൊടുത്തു, അവന് പുസ്തകം വിടർത്തി സോറി ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അയച്ചിരിക്കുന്നു എന്നുള്ള വാക്യങ്ങളൊക്കെയും കണ്ടു. 20-ാം വാക്യം, പിന്നെ യേശു പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തു, ഇരുന്നു. പള്ളിയിലെ എല്ലാവരുടെയും കണ്ണ് യേശുവിൻ്റെ മേൽ പതിഞ്ഞു. യേശു അവരോട് പിന്നെ ആ വായിച്ചതിൻ്റെ ഭാഗം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയാണ്. वहाँ पे हम देख सकते हैं कि यीशु मसीह ने जो भाग उनको मिला था उस भाग को पढ़ लिया। उसके बाद उनको उस विस्तार से उस वचन के बारे में बताने लगा। എന്നാൽ യേശു ഈ വേദപുസ്തകം എടുത്തു വെച്ച് വായിച്ച് പ്രസംഗിച്ചപ്പോഴൊന്നും ആത്മാക്കൾ കൂടി വന്നില്ല. लेकिन जब यीशु मसीह ने इस वचन को प्रचार किया तब कोई उनके पास नहीं आया। എന്നാൽ സഭ വളർന്നില്ല, അല്ലെങ്കിൽ ഒരു കണക്കിന് ഒരു വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ സഭ വളർന്നില്ല. नहीं तो दूसरी तरीके से बताओ तो कलीसिया नहीं बढ़ा। ജനം യേശുവിനെ പിന്തുടർന്നില്ല പ്രസംഗിച്ചപ്പോഴൊന്നും. लोग उनका पीछा नहीं किया। എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 33 മുതൽ 36 വരെയുള്ള കാര്യങ്ങൾ അവിടെ നമുക്കറിയാം. ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന ആ വ്യക്തിയുടെ മേലുണ്ടായിരുന്ന അശുദ്ധാത്മാവിനെ യേശു സൗഖ്യമാക്കി. लेकिन हम लूक समाचार उसका 4 के 33 और 36 तक पढ़ेंगे तो वहाँ पे हम देख सकते हैं कि यीशु मसीह के काम वहाँ देख सकते हैं। वहाँ पे एक व्यक्ति के बारे में बताता है, एक चिन्ह चमत्कार वहाँ पे करते हुए हम देख सकते हैं। അവിടെ യേശു ക്രിസ്തുവിനെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഭാഗം വായിച്ചതിന് ശേഷം 37-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതിന് ശേഷം യേശു ക്രിസ്തുവിന്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. वहाँ पे 37 आयत में लिखा है कि चारों ओर हर जगह यीशु मसीह की धूम मच गई। അപ്പോൾ ശ്രദ്ധിക്കണമേ, പ്രസംഗിച്ചപ്പോഴല്ല യേശു ക്രിസ്തുവിന്റെ ശ്രുതി പടർന്നത്. जब प्रचार किया तब यीशु मसीह का जो स्तुति या उनके जो नाम जो है इधर उधर नहीं അശുദ്ധാത്മാവിനെ പുറത്താക്കിയപ്പോൾ അല്ലെങ്കിൽ ഒരു അത്ഭുതം ചെയ്തു കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്തുതി പരന്നുവാനിടയായി. जब ये चिन्ह चमत्कार जब करने लगा तो यीशु मसीह का नाम वहाँ पे फैलने लगा। അതിനുശേഷമാണ് ജനങ്ങൾ യേശുവിനെ പിന്തുടരാൻ തുടങ്ങിയത്. उसके बाद जो लोग यीशु मसीह का पीछे करने लगा। പിന്നെ യേശു പ്രസംഗിക്കുമ്പോഴൊക്കെയും അവിടെ എല്ലാം യേശു അത്ഭുതം ചെയ്യാനിടയായി. और जहाँ जहाँ इन्होंने प्रचार किया वहाँ पे चिन्ह और चमत्कार ഈ അത്ഭുതങ്ങളെ കണ്ടതിന് ശേഷമാണ് യേശുവിനെ പിന്തുടർന്ന് ആൾക്കാർ പോകാൻ തുടങ്ങി. चिन्ह और चमत्कार को देखते हुए लोग यीशु मसीह को पीछे करने लगा। യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. यूहन्ना सुसमाचार उसका 6:2 में हम उसको യേശു രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം യേശുവിന്റെ പിന്നാലെ ചെല്ലാൻ തുടങ്ങി. एक बड़ी भीड़ उसके पीछे होली, क्योंकि वो आश्चर्य कर्म वो बीमारों पर दिखाता था, वो उनको देखता। അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണമേ, പ്രസംഗിക്കുമ്പോഴല്ല ആത്മാക്കൾ കടന്നു വരുന്നത്, അത്ഭുതങ്ങൾ നടക്കുമ്പോഴാണ് ജനങ്ങൾ കടന്നു വരാൻ തുടങ്ങുന്നത്.
हम उससे समझ सकते हैं कि जहाँ प्रचार करते हैं वहाँ पे लोग इकट्ठे नहीं होते, चिन्ह और चमत्कार को देख के लोग आते हैं। അത് ഒരു അഡ്വർടൈസ്മെന്റ് തലമാണ്, ഒരു റിലമാണ്. ദൈവസഭയുടെ വളർച്ചയ്ക്കുള്ള ഒരു അഡ്വർടൈസ്മെന്റ് തലമാണ്. ബാനറുകളും പോസ്റ്ററും വയ്ക്കുന്ന അഡ്വർടൈസ്മെന്റ് അല്ല. സഭയിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമ്പോൾ ശരിക്കുമുള്ള പബ്ലിസിറ്റി അതാ. ജനം അത് പോയി മറ്റുള്ളവരോട് പറയുവാൻ തുടങ്ങും, ജനങ്ങൾ വരാൻ തുടങ്ങും. कलीसिया के अंदर की जो है दूसरों को बताने का सबसे दूसरों को, लोगों को छुड़ाने का या आत्माओं को लाने का सबसे अच्छा तरीका ये है कि चिन्ह और चमत्कार वहाँ होए. ആ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാപിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം. उस चिन्ह और चमत्कार को पाने वाले व्यक्ति के अंदर जो है एक विचार आने लगेगा कि वो पापी है करके. ഹല്ലേലൂയ. हालेलुया. അപ്പോൾ മാത്രമേ ദൈവത്തിന്റെ സഭ വളരത്തുള്ളൂ. तभी परमेश्वर की कलीसिया बढ़ेगा. ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ക്വാളിറ്റി ഉള്ള ആത്മാക്കൾ ദൈവസഭയിൽ കൂടുകയും तभी परमेश्वर की इच्छा के अनुसार की सोच विचार के अनुसार के लोग कलीसिया में आएगा. അവൻ ദൈവം ആഗ്രഹിക്കുന്നതാ കറ ചുളുക്കം മാലിന്യം വാട്ടമില്ലാത്ത ദൈവസഭ, അല്ലെങ്കിൽ ആത്മീയ ഭാഷയിൽ പറഞ്ഞ കർത്താവിന്റെ മണവാട്ടി. नहीं तो परमेश्वर का कलीसिया कैसे होना चाहिए या उनका दुल्हन कैसे होना चाहिए, उनके अंदर ना कोई कमी घटी होना चाहिए. അങ്ങനെയുള്ള സഭയെ ചേർക്കുവാനാണ് മശിഹ സ്വർഗത്തിൽ വരുന്നത്. ऐसा है कि कलीसिया को लेने के लिए परमेश्वर यीशु मसीह जो है स्वर्ग में दोबारा आएगा. ഇത് യേശു ക്രിസ്തു ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെയും പഠിച്ചത്. अब यीशु मसीह ने जो किया हुआ काम को हमने अभी तक देखा. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞു യേശു പ്രസംഗിച്ചിടത്തൊന്നും ജനം വന്നില്ല. ആലയത്തിൽ എല്ലാ പ്രാവശ്യം അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്നത് പോലെ യേശു പോവുകയും യേശുവിനെ അന്നത്തെ തിരുവെഴുത്ത് അല്ലെങ്കിൽ പഴയ നിയമം കൊടുക്കപ്പെടുകയും അതിൻ്റെ സ്ക്രോൾസ് ചുരുളുകൾ കൊടുക്കപ്പെടുകയും അത് നിവർത്തി പല ഭാഗങ്ങളും യേശുവിടെ അവരുടെ സിനഗോഗിൽ വായിച്ചിട്ടുണ്ട്. അവിടെയൊന്നും യേശുവിൻ്റെ പുറകെ ജനങ്ങൾ പോയിട്ടില്ല. हम देख सकते हैं कि यीशु मसीह बहुत बार जो मंदिर गया है, आराधनालय में वचन पढ़ा है और उस वचन को वहाँ पे प्रचार भी किया है, लेकिन उस वचन के अनुसार या उस प्रचार को सुन के कोई भी यीशु मसीह के पीछा नहीं किया. എന്നാൽ എപ്പോൾ യേശു അത്ഭുതം ചെയ്യാൻ തുടങ്ങിയോ, लेकिन जब यीशु मसीह जो चमत्कार और चिन्ह करने लगा, അപ്പോൾ മുതൽ യേശുവിൻ്റെ പിന്നാലെ ജനങ്ങൾ പിന്തുടരുവാൻ. तब से लेकर लोग उनका पीछा करने लगे. ഈവൻ ദോ ശിഷ്യന്മാർ പോലും യേശുവിൽ വിശ്വസിച്ചത് യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം കണ്ടുകൊണ്ടാണ്. क्योंकि उनके चेले लोग भी उनके ऊपर इसलिए विश्वास किया कि उनका उस चिन्ह और चमत्कार को देखते हैं. യേശുവിന്റെ അത്ഭുതത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കാനാവിലെ കല്യാണം, യോഹന്നാന്റെ സുവിശേഷം. यीशु मसीह का चिन्ह और चमत्कार का शुरुआत हम देख सकते हैं कि उस काना के अंदर हुआ उस शादी. നമ്മളോട് വായിക്കുന്നുണ്ട്, വെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതം കണ്ടിട്ട് യേശുവിൽ ശിഷ്യന്മാർ വിശ്വസിച്ചു എന്ന് പ്രത്യേകിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. वहाँ पे उठा के लिखा हुआ है, उस चिन्ह और चमत्कार को देखते हुए उस पानी को दाख मधु के रूप में बदलते हुए देखते हुए चेले लोगों ने उनके ऊपर विश्वास ഈ किया. കൃപാവരങ്ങളൊക്കെയും ദൈവം നമുക്ക് അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ജനത്തിന്റെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കുകയും तो ये चिन्ह और चमत्कार परमेश्वर ने इसीलिए कलीसिया के अंदर दिया हुआ है कि लोगों के अंदर विश्वास बढ़ाने के लिए. യേശു ജീവനോടെ ഇരിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കുകയും ലോകം മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. यीशु मसीह आज भी जिंदा है करके लोग विश्वास करें और ये दुनिया विश्वास करे. എന്നാൽ इसलिए ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സഭ ഈ കൃപാവരങ്ങളെ ത്യജിച്ചു കളഞ്ഞിട്ട് ഉപരിപ്ലവമായിരിക്കുന്ന അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ആയിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ വിഷനെ മാറ്റിക്കണം. लेकिन आजकल के जो कलीसिया जो है ये सारी बातों को छोड़ दिया है और बाहरी तरीके से दिखावट की तरीके से जो है सारे काम करने लगा और यीशु मसीह के जो सच्चे कामों को छोड़ दिया. കൃപാവരങ്ങൾ ചുമ്മാ കിട്ടത്തില്ല, ये वरदान जो है आपको वैसे नहीं मिलेगा, അതിന് വില കൊടുക്കണം, उसके लिए दाम देना है, അതിന് സമയം വേർതിരിക്കണം, उसके लिए समय देना है, ദൈവസന്നിധിയിൽ ഇരിക്കണം, परमेश्वर के सामने समर्पण करना है, बैठना है, ഉപവസിക്കണമെങ്കിൽ ഉപവസിക്കണം, उपवास करना हो तो उपवास करना है, പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. प्रार्थना करना है. പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ താൻ ഇച്ഛിക്കുന്നത് പോലെ കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് അഭിഷക്തന്മാരുടെ മേൽ ദൈവമക്കളുടെ മേൽ പകരുകയും. पवित्र आत्मा की इच्छा के अनुसार जब आगे बढ़ेंगे तभी पवित्र आत्मा उनकी इच्छा के अनुसार वरदान अपने लोगों को देगा. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിക്കട്ടെ. ഇന്ന് അഭിഷക്തന്മാരെന്ന് പറയുന്ന അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരെന്ന് പറയുന്നവർക്ക് പോലും ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ സമയമില്ല. അവർക്ക് സോഷ്യൽ മീഡിയകളിലും മറ്റുള്ള വിഷയങ്ങളിലും എല്ലാം ആക്റ്റീവായിരിക്കും എല്ലാവരും. आजकल के जो ज़्यादातर पासवानों को हम देख सकते हैं वो परमेश्वर के साथ ज़्यादातर बैठते नहीं हैं, इधर उधर के कामों में लगा रहते हैं. സോഷ്യൽ മീഡിയകളിൽ കൂടെ ഒന്നും ദൈവത്തിന്റെ സഭ വളരത്തില്ല. मीडियाओं के द्वारा जो है परमेश्वर की कलीसिया नहीं बढ़ेगा. എത്രയും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നോ
जितना हम परमेश्वर की संगति में बैठेंगे, ദൈവ അഭിഷേകം കൊണ്ട് നിറയ്ക്കും. परमेश्वर हमसे अभिषेक से ഒറ്റ भरेगा. പ്രസംഗം മതി ഒരു വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് 10 ആത്മാക്കളെ നേടുന്നതിനേക്കാളും ആയിരക്കണക്കിന് ആത്മാവിനെ ദൈവം തരുവാൻ ഇടയാവും. एक ही प्रचार के द्वारा परमेश्वर बहुत सारे आत्माओं को छुड़ाएगा. അതിനൊരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. उसके लिए मैं एक दृष्टांत बता. അഭിഷേകം പ്രാപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ 3000 പേരെ ഒറ്റ ദിവസം രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. अभिषेक पाया हुआ पवित्र आत्मा से भरा हुआ जो पतरस जो खड़े होकर जब प्रचार किया तो उसी पल में उसी दिन में जो है 3000 लोग मन फिरावट में आया करके हम देख सकते हैं. അതിനുവേണ്ടി പെന്തക്കോസ്ത് നാൾ വരേക്കും അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. उसके लिए पंतकोस्ते दिन तक उनको इंतजार करना पड़ा. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയം വരെയും അഭിഷേക്തന്മാർ കാത്തിരിക്കണം. परमेश्वर के समय के लिए अभिषक्त लोग जो है बैठना जरूरी है. കൃപാവരങ്ങളെ പ്രാപിച്ച് അതിശക്തിയോടുകൂടെ എഴുന്നേറ്റ് ശുശ്രൂഷിക്കാനിടയാണ്. वरदानों को पाते हुए बड़े सामर्थ के साथ उनकी सेवकाई को. അപ്പോൾ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് നടത്തിയോ, പണം വരുത്തി സുവിശേഷ വേല നടത്തിയോ, വീടുകളുടെ മുമ്പിൽ സുവിശേഷ പ്രസംഗങ്ങൾ നടത്തിയോ, പരസ്യയോഗങ്ങൾ നടത്തിയോ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെയും നടത്തി നിങ്ങൾ നേടുന്ന ഒരാത്മാവിനേക്കാളും ഉപരിയായി ദൈവം അനേക ആത്മാക്കളെ ദൈവം നടത്തും. ഒറ്റ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിഷേകം നിങ്ങളിൽ വ്യാപരിക്കുന്നത് കാണുമ്പോൾ ജനങ്ങൾ വിടുവിക്കപ്പെടുവാനിടയാവും. കൂട്ടം കൂട്ടമായ ജനങ്ങൾ ദൈവസഭയിലേക്ക് വരുവാനിടയാവും. मैं आपको बता रहा हूँ कि दूसरी तरीके से जो सेवकाई करके जो आने वाले आत्माओं से बढ़कर आपके आत्मा के अभिषेक के द्वारा होने वाले अगर उस प्रचार से अगर लोग आएंगे तो बहुत सारे लोग आपके पास आएंगे. അതാണ് ദൈവസഭയുടെ തുടക്കം. അങ്ങനെ മാത്രമേ ദൈവസഭ വളരുകയുള്ളൂ. ऐसा है, कलीसिया की शुरुआत भी ऐसा है, वो कलीसिया बढ़ेगा भी वैसे ही. ഇനി നമ്മൾ ശിഷ്യന്മാര് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചകൾ നമ്മൾ തുറന്നു പഠിക്കുന്നത്. आगे हम सीखेंगे कि उनके चेले लोगों ने क्या क्या किया है. അവരെന്ത് ചെയ്ത് അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് അവരോടുകൂടെ ജനങ്ങൾ ചേരുവാനിടയായത് അല്ലെങ്കിൽ ജനം അവരെ പിന്തുടരുവാനിടയായത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. आगे वो जब उन्होंने क्या क्या किया तो उनके साथ लोग जुड़ गया, ये आत्मा की छुटकारा हुआ है करके നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. अपनी आंखों को बंद करें, हम प्रार्थना करें. സ്വർഗീയ പിതാവേ എന്നുള്ള കർത്താവേ, രാത്രികാലം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന മർമ്മങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. परमेश्वर ये सुंदर शाम के समय के लिए हम धन्यवाद करते हैं और आज हमें दिया हुआ अच्छे वचन के लिए और वचन आपने हमें समझाया इसलिए धन्यवाद करते हैं. ദൈവത്തിന്റെ സഭ ക്വാണ്ടിറ്റിയുള്ള സഭ മാത്രമായിട്ടല്ല കർത്താവേ, ക്വാളിറ്റിയുള്ള സഭയായി വളരണമെന്ന് ആഗ്രഹിക്കുന്നു. परमेश्वर आपके कलीसिया जो है गिनती से ज्यादा नहीं प्रभु, गुण में ज्यादा होना चाहिए. അല്ലെ കറ ചുളുക്കം മാലിന്യം വാട്ടമില്ലാത്ത അല്ലല്ലോ ദൈവ മണവാട്ടിയായി ദൈവസഭയെ മാറ്റുവാൻ അങ്ങ് കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കാൻ സ്തോത്രം. परमेश्वर कोई कमी गटी के बिना, झूरी और कलंक के बिना एक कलीसिया खड़े होने के लिए आपके पवित्र आत्मा में दिया है, इसलिए हम धन्यवाद करते हैं. അങ്ങനെയുള്ള സഭയായി മാറുവാൻ ദൈവസഭ അല്ലല്ലോ മാറി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ऐसा एक कलीसिया बनने के लिए हम प्रार्थना करते हैं. ഉപരിപ്ലവമായിരിക്കുന്ന കാര്യങ്ങളും കർത്താവേ ദൈവത്തിന് ഹിതമല്ലാത്തതും ഒക്കെ ഈ സഭയിൽ നടക്കുന്നതെല്ലാം മാറിപ്പോകട്ടെ. परमेश्वर जो बाहरी एक ही दिखावट और सजावट जो है, जो आपके विरुद्ध और पवित्र आत्मा के विरुद्ध जो होने वाली हर एक बात जो है कलीसिया से हटने पाए. ശുശ്രൂഷകന്മാരും അഭിഷേക്തന്മാരും ഒക്കെയും ദൈവത്തിന്റെ സമയം വരെയും കാത്തിരുന്ന് ആ അഭിഷേകത്തെ പ്രാപിച്ച് കൃപാവരങ്ങളെ പ്രാപിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുന്ന ഒരു കാലഘട്ടം ഈ നാളുകളിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. सेवकाई करने वाले लोग जो है आपकी इच्छा के अनुसार कार्य करने वाले बनने पाए, पवित्र आत्मा की अगुवाई में अपने सेवकाई करने वाले बनने पाए. കർത്താവ് അതിനുവേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണം, അഭിഷേകം ചെയ്യണം. परमेश्वर आप उसके लिए हमें तैयार करिए और सहायता ഞങ്ങളെ करिए. കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. हमें सुनने वालों को हर एक को आप आशीष करिए. പരിശുദ്ധാത്മ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിച്ചെടുപ്പാൻ അവരുടെ ഹൃദയങ്ങളിൽ കർത്താവ് അവരുടെ ഹൃദയങ്ങളെ തുറക്കണം. അത് മനസ്സിലാക്കുവാൻ അവരുടെ ആത്മീയ കണ്ണുകളെ തുറക്കണം. पवित्र आत्मा के द्वारा बताया हुआ ये बात जो है उनको समझने के लिए उनके दिलों को, मनों को खोल दीजिए. അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. आपके हाथ में समर्पण कर. അവിടെ ഞങ്ങൾ പ്രാർത്ഥന സ്തോത്രം. आपने हमारी प्रार्थनाओं को सुन लिया, इसलिए യേശുവിന്റെ धन्यवाद. നാമത്തിൽ ചോദിക്കുന്ന കൃപ തോന്നി ഉത്തരമുണ്ടമേ നല്ല പിതാവേ. यीशु मसीह के नाम से हमने मांगा है, सुनो और कबूल करिए हमारे स्वर्गीय നമ്മുടെ पिता. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ കർത്താവിന്റെ കൃപയും നമ്മെ ആശ്വസിച്ച് വഴിയാത്ത പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൊണ്ട് നമ്മോട് പ്രാർത്ഥന സകല വിഷയങ്ങളോട് കേട്ട വചനങ്ങളോടും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശം വരെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ രാത്രികാലം ചെയ്യുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ദൈവത്തെ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ചത്തെ ആരാധന ഞങ്ങളോടുകൂടെ ചേർന്ന് ആരാധിക്കുവാൻ പരിശ്രമിക്കുക. आमीन. परमेश्वर आप सबको आशीष करने पाए. इतवार की आराधना में शामिल होने के लिए, हमारे साथ आराधना करने के लिए आप भी कोशिश करें.